ഗായ്സ്, ഇന്ന് മാമി ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോഴേക്കും കുറച്ച് കണവ വാങ്ങിച്ചിട്ടുണ്ടെന്നേ. കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. ആഹാ, കുറേ നാളായി കണവ കണ്ടിട്ട്. അങ്ങനെ മാമി തന്നെ കഴുകിയൊക്കെ വൃത്തിയാക്കിയൊക്കെ തന്നിട്ടുണ്ട്. എന്തായാലും ഇന്ന് കൂന്തൽ നിറച്ചുണ്ടാക്കണം. ഒരുപാട് പേര് കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞ സാധനമാണിത്. എന്തായാലും ഇന്നൊന്ന് ട്രൈ ആക്കാമെന്ന് കരുതിച്ചു. അങ്ങനെ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നതിൽ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കുറച്ച് പച്ചമുളകും കൂടെ കൊത്തിപ്പൊടിച്ചരിഞ്ഞതാണ്. അതുകൂടെ എണ്ണയിലോട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മളൊരു രണ്ടര സവാള എടുത്തിട്ടുണ്ട്. അതോടെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതുകൂടി ഇതിലോട്ടിട്ട് ഇച്ചിരി ഉപ്പൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഒരു തക്കാളിയാണ്, ഇച്ചിരി വലിയ തക്കാളിയാണ്, അതിന് കൊത്തിപ്പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതുകൂടി ഈ സവാളയിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് നമ്മുടെ പൊടികളിടാം. മുളക് പൊടി ഇടുന്നുണ്ട്, മല്ലിപ്പൊടി ഇടുന്നുണ്ട്, പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടെ ഇടുന്നുണ്ട്. അതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതേ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ കണവയുടെ തലയിരിക്കുന്ന കുറേ വാലുണ്ടല്ലോ, നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ മുടിയെന്നറിയാം അല്ലേ, അതെല്ലാം ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുകൂടി ഇതേ മിക്സിലോട്ടിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് ഇച്ചിരി ഗരം മസാലയും കൂടെ ഇട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഇതേ കുറച്ച് തേങ്ങയും കൂടെ ലാസ്റ്റ് ഇടുന്നുണ്ട്. തേങ്ങ ഇച്ചിരി കൂടിപ്പോയെന്നൊരു ഡൗട്ടായിരുന്നു. പിന്നെ തേങ്ങ ഇടുന്നൊരു ടേസ്റ്റാണല്ലോ. പിന്നെ പറ്റിയ അബദ്ധം എന്ന് വെച്ചാൽ ഇച്ചിരി ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടിട്ടെങ്കിൽ കുറച്ചുകൂടി രുചിയാനേയും തോന്നിപ്പോയി തേങ്ങ. ഇതേ അങ്ങനെ മിക്സൊക്കെ ഇതേ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതേ നമ്മുടെ കണവ എടുത്തിട്ട് ഒരു സ്പൂണിൽ കുറേശ്ശെ ഇങ്ങനെ കയറ്റി അകത്തോട്ട് ചെറുതായിട്ടൊന്ന് കുത്തി വയ്ക്കുന്നുണ്ട്. ചെറുതായിട്ടേ കുത്തി വയ്ക്കാവളെ. ഇതേപോലെ ഞാൻ കുത്തി നിറച്ച് ഒരെണ്ണത്തിൻ്റെ വയറിങ്ങനെ കുത്തി കീറിയായിരുന്നു. ഇതേ അങ്ങനെ നിറച്ചിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ സ്ക്യൂർ ഉണ്ടല്ലോ, അതിന് ഞാൻ ഒടിച്ചിട്ട് ഒരു കഷ്ണമാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനിതേ കുത്തി വെച്ച് ഇതേ ഇപ്പോൾ എല്ലാം സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഇഡലി പാത്രത്തിൽ ആവി കയറ്റാൻ വെച്ചാൽ മതി. ഒരു 6 മിനിറ്റ് കഴിയുമ്പോഴേക്കും 6-7 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്കത് എടുക്കാം. വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് പുരട്ടാനുള്ള മസാല എടുക്കാം. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഉപ്പ്, ഇച്ചിരി വെളിച്ചെണ്ണ, ഇതെല്ലാം കൂടെ വീത്തി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കണവ ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പുരട്ടിയിടും. ഞാൻ ഒരുപാട് മസാല ഇട്ടില്ല, കാരണം കുട്ടികൾക്ക് എരിയും, അതുകൊണ്ട് കുറച്ച് മസാല ഇടുന്നുള്ളൂ. ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി ഇരുത്തി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കരിവേപ്പില ഇട്ടിട്ട് നമ്മൾ ഈ കൂന്തൽ വാരി ഇട്ട് കൊടുത്ത് കൂന്തൽ നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്.